എല്ലാവർക്കും നമസ്കാരം. ഇ ഡിസ്ട്രിക്റ്റിൽ ID ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഗൂഗിളിൽ ഇ ഡിസ്ട്രിക്ട് കേരള എന്ന് സെർച്ച് ചെയ്യാം. ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ID ഉള്ളവർക്ക് ഈ സൈൻ ഇൻ വഴി ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ലോഗിൻ നെയിമും പാസ്വേഡും ഈ ക്യാപ്ചയും എൻ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാൻ കഴിയും. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാറിൽ ഉള്ള ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യുന്നത്. ആധാറിൽ എങ്ങനെയാണോ പേര് അതുപോലെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീട്ടുപേരും സ്ഥലവും ലൊക്കാലിറ്റി ജില്ല ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ആധാർ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ഇവിടെ പേരും നിങ്ങളുടെ പേരാണ് എൻ്റർ ചെയ്യേണ്ടത്. ആധാറിലുള്ള അതേപോലെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വീട്ടുപേര് സ്ഥലം ജില്ല ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ആധാർ നമ്പർ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID ആണ് ലോഗിൻ നെയിം ആയിട്ട് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഇമെയിൽ ID ലോഗിനായി അവൈലബിൾ ആണെങ്കിൽ ഇവിടെ ഈ ഗ്രീൻ കളറിൽ ലോഗിൻ നെയിം അവൈലബിൾ എന്ന് കാണിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്യുക. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും സ്പെഷ്യൽ ക്യാരക്ടറും നമ്പറും കൂടെ ഉൾപ്പെടുന്നതായിരിക്കണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്വേഡ് മറന്നുപോയാൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു റിക്കവറി ക്വസ്റ്റ്യനും പാസ്വേഡും കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്ത രീതിയിലാണെങ്കിൽ അത് റിഫ്രഷ് ചെയ്താൽ പുതിയ ക്യാപ്ച വരുന്നതായിരിക്കും. അപ്പോൾ അത് എൻ്റർ ചെയ്തതിന് ശേഷം ഐ അഗ്രി എന്നുള്ള ബട്ടൺ ഇത് സെലക്ട് ചെയ്ത് വാലിഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ കൊടുത്ത ഡീറ്റെയിൽസും ആധാർ ഡീറ്റെയിൽസും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസർ ID ക്രിയേറ്റ് ആവുന്നതാണ്.